കവാടം കടന്ന് മുന്നോട്ട് നടക്കവേ കാലടികൾ എവിടെ വയ്ക്കും എന്ന് സന്ദേഹമായി. ഉതിർന്നു വീണ ചെമ്പകമലരുകളും വെൺപകമലരുകളും കർണികാരപ്പൂക്കളുമെല്ലാം പാത നിറയെ സുഗന്ധവും സൗന്ദര്യവുമാർന്ന ആ പുഷ്പങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ടു പോകാൻ മനസ്സനുവദിച്ചില്ല. ശ്രദ്ധയോടെ കാലടികൾ വെച്ച് മുന്നോട്ട് നടന്നു. പാദം ഊന്നാൻ സ്ഥലം കിട്ടാഞ്ഞിടത്ത് നിന്നും മലരുകൾ പെറുക്കി മാറ്റി കാൽ വയ്ക്കാൻ ഇടമുണ്ടാക്കണമെന്ന് തോന്നി. മുന്നോട്ട് നടന്ന കാളിദാസനെ എതിരേറ്റത് വൃക്ഷങ്ങളിൽ പടർന്നു കയറി പൂത്തലഞ്ഞു നിന്ന മുല്ലവള്ളികളുടെ സുഗന്ധമാണ്. സന്ധ്യയ്ക്ക് വിരിഞ്ഞവയെങ്കിലും ഇപ്പോഴും നറുമണം പരത്തുകയാണ്. അതിനപ്പുറം അശോകങ്ങളും വിവിധ വർണ്ണങ്ങളാർന്ന കനകാംബരങ്ങളും പനിനീർ ചെടികളും നിറയെ പൂത്തു നിൽക്കുന്നു. വർണ്ണവൈവിധ്യമാർന്ന പൂമ്പാറ്റകളും കരിവണ്ടുകളും ചേർന്നപ്പോൾ ഉജ്ജയിനിയിൽ വസന്തം വിക്രമാദിത്യൻ്റെ രാജാങ്കണത്തിൽ വന്ന് നൃത്തമാടുകയാണോ എന്ന് സംശയം തോന്നുന്നു. പെട്ടെന്ന് പൂക്കൾക്കിടയിൽ കരയിൽ കമലിനി വിടരുന്നുവോ എന്ന സന്ദേഹം ജനിപ്പിക്കുമാറ് ഒരു മുഖം കാളിദാസൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അറിയാതെ കാളിദാസൻ്റെ പാദങ്ങൾ നിശ്ചലമായി. താൻ ഇത്രയും ദിവസം രചനയ്ക്കിടയിൽ തെളിഞ്ഞു കണ്ട സൗകുമാര്യം തീർത്തും നിഷ്പ്രഭമായ മിഥ്യയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തേജസ്സാണ് ഈ പൂങ്കാവനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. മനസ്സിൽ 1000 പെരുമ്പറകൾ മുഴങ്ങി മനസ്സ് നിറഞ്ഞു തുളുമ്പിയതുപോലെ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭൂതിയിൽ കാളിദാസൻ ലയിച്ചു. മുന്നോട്ട് പോകാനാകാതെ കാളിദാസൻ നിന്നു. തന്നെ കണ്ട് നിർനിമേഷനായി നിൽക്കുന്ന യുവതി കാളിദാസൻ ശ്രദ്ധിച്ചു. ഇറുത്തെടുത്ത പനിനീർ പുഷ്പം പൂക്കൂടയിൽ നിക്ഷേപിച്ചിട്ടില്ല. എന്തു ഭാവമാണ് ആ മുഖത്ത്? ഈ ഭാവത്തിൻ്റെ അർത്ഥമെന്താണ്? കാളിദാസൻ്റെ മനസ്സ് കുതറിയോടാൻ ശ്രമിച്ചു. ആ കണ്ണുകൾ എന്താണ് പറയുന്നത്? രാജ്യസഭയിലേക്ക് പോകുന്ന കാര്യം മറന്നതുപോലെ കാളിദാസൻ നിന്നു. എത്രയോ ദിവസങ്ങൾ തപസ്യ പോലെ മനസ്സർപ്പിച്ച് രചിച്ചുണ്ടാക്കിയ നാടകത്തെക്കുറിച്ചും കാളിദാസൻ മറന്നു. രാജ്യസഭ മറന്നു. രാജ്യസഭയിൽ ആരും വൈകിയെത്താറില്ല എന്നതും മറന്നു. മല്ലിക മുഖമുയർത്തി നോക്കി. കാളിദാസൻ നിർനിമേഷനായി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ അടുത്തോടെ ചോദിച്ചു, ഹേയ്, കവിക്ക് എന്തു പറ്റി? വസന്തത്തിന് രാഗം മീട്ടുന്ന പൂങ്കുയിലുകളുടെ ശബ്ദത്തോടിഴുകിച്ചേരുന്ന ശബ്ദം. താൻ ഇതുവരെ കവിയാണെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ചില ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുള്ളതൊഴിച്ചാൽ ഒരു കവിത പോലും ആരെയും കാണിച്ചിട്ടില്ല. എന്നിട്ടും മല്ലിക തന്നെ കവിയെന്ന് വിളിക്കുന്നു. പക്ഷേ ഈ മൃദുസ്വരത്തിൽ, ഈ സൗന്ദര്യധാമം കവിത ചൊല്ലുമെങ്കിൽ എത്ര കവിത വേണമെങ്കിലും തൻ്റെ തൂലികത്തുമ്പിൽ നിന്നും ഉതിർന്നു വീഴും എന്ന് തോന്നി. ഞാനിതിനു മുമ്പ് കന്യകമാരെ കണ്ടിട്ടില്ലേ? അതോ ആർഷഭൂമിയിൽ ഇതുവരെ മറ്റൊരു കന്യകയും ഇല്ലെന്നോ? മനസ്സിൽ ചില മറുചോദ്യങ്ങൾ ഉയർന്നു. കാളിദാസൻ ചിരിച്ചു. തൻ്റെ കവിതകൾ കുമാരി കണ്ടിട്ടുണ്ടോ? കവിതകൾ രചിച്ചിട്ടില്ല കുമാരി. പിന്നെ എങ്ങനെ കവിയാകും? കാളിദാസൻ താൻ കവിയാണെന്ന് അംഗീകരിക്കാൻ വിസമ്മതിച്ചു. അത് ജ്യേഷ്ഠൻ തന്നെ രാജ്യസഭയിൽ ചൊല്ലിക്കേൾപ്പിച്ചു. എല്ലാവരുടെയും അധരങ്ങളിൽ ആ വരികൾ തത്തിക്കളിക്കാൻ തുടങ്ങി. രാജ്യസഭ എന്ന് കേട്ടപ്പോഴാണ് കാളിദാസന് രാജ്യസഭയിലെത്താൻ സമയം അതിക്രമിച്ചു എന്നതോർമ്മ വന്നത്. കുമാരി, രാജ്യസഭയിലെത്താൻ സമയം വൈകിയിരിക്കുന്നു. ഞാൻ പോട്ടെ. കാളിദാസൻ നീണ്ട കാലടികൾ വെച്ച് സഭയിലേക്ക് നടന്നു. വളരെ ദിവസങ്ങളായി രാജ്യസഭയിലെത്താതിരുന്ന കാളിദാസൻ സഭയിലെത്തിയപ്പോൾ മഹാരാജാവ് കൈയടിച്ച് സ്വാഗതം ചെയ്തു. അത് കണ്ട് മറ്റുള്ളവരും കൂടി കൈയടിച്ചപ്പോൾ അത് കാളിദാസനുള്ള ഒരു നല്ല സ്വീകരണമായി. സഭയെ വണങ്ങി വൈകിയതിലുള്ള സങ്കോചത്തോടെ കാളിദാസൻ ഇരിപ്പിടത്തിൽ ഇരുന്നു. ആരംഭിച്ചു കഴിഞ്ഞിരുന്ന കാര്യവിചാരങ്ങൾ വേഗം അവസാനിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ കാളിദാസനിലായിരുന്നു. മഹാരാജാവ് തന്നെ കാളിദാസനോട് ചോദിച്ചു, കാളിദാസ, അങ്ങയെ കുറേ ദിവസമായി രാജ്യസഭയിൽ കണ്ടിട്ട് ഒരു രചനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു. അത് പൂർത്തിയായി കാണും എന്ന് കരുതിക്കോട്ടെ. സഭയെ വണങ്ങി കാളിദാസൻ പറഞ്ഞു, ഉവ്വ് മഹാരാജൻ, ഞാൻ ഒരു രചനയിലായിരുന്നു. അത് പൂർത്തിയാവുകയും ചെയ്തു. വസന്തോത്സവത്തോടനുബന്ധിച്ച് മഞ്ചത്തിൽ അവതരിപ്പിക്കാൻ യുക്തമായ ഒരു നാടകത്തിൻ്റെ രചനയായിരുന്നു. വസന്തോത്സവത്തിന് മുമ്പ് തീർക്കണം.
എന്ന ലക്ഷ്യത്തോടെയായിരുന്നതുകൊണ്ട് പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ രാജസഭയിലും ചിലപ്പോഴൊക്കെ ഗുരുകുലത്തിലും എത്താനായില്ല. പെട്ടെന്ന് ആചാര്യൻ ശങ്കുണ്ണൻ ഇടപെട്ടു. മഹാരാജൻ, കാളിദാസന്റെ അസാന്നിധ്യം ഗുരുകുലത്തിലെ പല ചിട്ടകളെയും ബാധിക്കുകയുണ്ടായിട്ടുണ്ട്. ഗുരുകുലത്തിൽ ഗുരുക്കന്മാർ തന്നെ നിഷ്ഠയില്ലാത്തവരായാൽ ശിഷ്യന്മാർക്ക് എന്തു പാഠമാണ് അത് നൽകുന്നത്? വിക്രമാദിത്യൻ പ്രശ്നസൂചകമായ രീതിയിൽ കാളിദാസനെ നോക്കി. സ്വന്തം കഴിവുകളുടെ പ്രഭാവം പലരിലും ചെലുത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും എന്തെങ്കിലും മഹത്തായ നേട്ടത്തിലൂടെ ഇത്തരം കുറ്റപ്പെടുത്തലുകൾക്കിടം നൽകാനാകാത്ത വിധം സ്വന്തം വ്യക്തിത്വം ഇതിനകം ഉജ്ജയിനിയിൽ ഉറച്ചിട്ടില്ല എന്ന് കാളിദാസനറിയാമായിരുന്നു. അതുമല്ല, ആചാര്യൻ ശങ്കുകനും മറ്റു ചിലർക്കും എന്തുകൊണ്ടോ തന്നെ അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തൻ്റെ കർമ്മമാണ് ആരോപണങ്ങൾക്കുള്ള എൻ്റെ മറുപടി എന്ന നിലപാടാണ് നല്ലതെന്ന് തോന്നി. നിശബ്ദനായി ഭാണ്ഡത്തിൽ നിന്നും താളിയോലകളെടുത്ത് രാജാവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, ഞാൻ ഇത്രയും ദിവസങ്ങളിൽ എന്തു ചെയ്യുകയായിരുന്നെന്ന് ഈ താളിയോലകൾ പറയും. എന്താണിത്? അങ്ങ് തന്നെ വിശദീകരിക്കൂ. മന്ത്രി അമരസിംഹൻ പറഞ്ഞു. ഇതൊരു നാടകമാണ് മഹാരാജൻ. മാളവികാഗ്നിമിത്രം എന്ന പേര്. ഇത് വിദ്വൽപരിഷത്തിന് സ്വീകാര്യമെങ്കിൽ വസന്തോത്സവാരംഭത്തിൽ നടനവേദിയിൽ അരങ്ങേറാൻ സാഹചര്യമൊരുക്കണം. കാളിദാസൻ പറഞ്ഞു. ഇത്തവണ സോമഭട്ടനാണ് ഇടപെട്ടത്. മഹാരാജൻ, മഹാന്മാരായ പൂർവ്വസൂരികളുടെ രചനയാണ് ഇതിനു മുമ്പ് നാട്ടുകാർക്കും കാണികൾക്കും സ്വീകാര്യമായിട്ടുള്ളത്. വസന്തോത്സവത്തിൻ്റെ ശോഭ കളയാനിടയാക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിവാണ് അംഗീകാരത്തിന് മാനദണ്ഡം. വിദ്വൽപരിഷത്ത് കാളിദാസൻ്റെ ഈ രചന പരിശോധിച്ച് അഭിപ്രായം അറിയിക്കട്ടെ. പിന്നീട് തീരുമാനിക്കാം. വിക്രമാദിത്യൻ തൻ്റെ തീരുമാനം അറിയിച്ചു. വരാഹമിഹിരനും തൻ്റെ അഭിപ്രായം പറഞ്ഞു. അതെ, ഈ രചന വസന്തോത്സവത്തിൻ്റെ മാറ്റുകൂട്ടുമെങ്കിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഉത്സവത്തിന് തുടക്കം കുറിക്കാം. പക്ഷേ അത് വിദ്വൽപരിഷത്ത് തീരുമാനിക്കട്ടെ. സഭ പിരിയാൻ തുടങ്ങിയപ്പോൾ കാളിദാസൻ്റെ കണ്ണുകൾ അന്തഃപുര സ്ത്രീകൾ വന്നിരിക്കാറുള്ള ഭാഗത്തേക്ക് അറിയാതെ തിരിഞ്ഞു.